നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. 2026 ഇന്ത്യൻ ടീമിൻ്റെ ബാക്കിയുള്ള മത്സരങ്ങളുടെ ഷെഡ്യൂൾ നമ്മൾ പരിശോധിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ ടെസ്റ്റ് പരമ്പര കളിക്കാൻ വേണ്ടി ശ്രീലങ്കയിലേക്ക് പോവുകയാണ്. അതിൽ 2 ടെസ്റ്റുകളാണുള്ളത്. ഓഗസ്റ്റ് 15 മുതൽ 19 വരെ ഒന്നാം ടെസ്റ്റ് ഗോളിൽ നടക്കുമ്പോൾ, രണ്ടാം ടെസ്റ്റ് ഓഗസ്റ്റ് 23 മുതൽ 27 വരെ കൊളംബോയിൽ വെച്ച് നടക്കും. 2 മത്സരങ്ങളുടെ ഒരു ടെസ്റ്റ് പരമ്പരയാണ്. അത് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് T20 മത്സരങ്ങളാണ്. എവേ മത്സരമാണ്, പക്ഷെ അത് ഇന്ത്യയിൽ വെച്ചിട്ടായിരിക്കും ഹോസ്റ്റ് ചെയ്യുക എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. സെപ്റ്റംബറിലാണ് കളികൾ. 3 മത്സരങ്ങൾ അതിലുണ്ടാവും, 3 T20 മത്സരങ്ങൾ. പിന്നെ ഏഷ്യൻ ഗെയിംസ് ഉണ്ട്. ഏഷ്യൻ ഗെയിംസ് ജപ്പാനിൽ വെച്ചിട്ടാണ്. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെയാണ്. T20 മോഡലാണ് മത്സരങ്ങൾ. ഇന്ത്യയുടെ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 28-നാണ്. പിന്നെ അതേ സമയത്ത് തന്നെ ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസുമായിട്ട് പരമ്പരയുണ്ട്. അത് ഹോം പരമ്പരയാണ്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ. ODI ഉണ്ട്, T20 ഉണ്ട്. സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 3 വരെ 3 ഏകദിന മത്സരങ്ങൾ ഇന്ത്യ കളിക്കും. T20 മത്സരങ്ങളാണെങ്കിൽ ഒക്ടോബർ 6 മുതൽ ഒക്ടോബർ 17 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ 5 T20 മത്സരങ്ങൾ വെസ്റ്റ് ഇൻഡീസുമായിട്ട് കളിക്കും. പിന്നെ നമുക്ക് മത്സരമുള്ളത് ന്യൂസിലാൻഡിനെതിരെയാണ്. അത് എവേ മത്സരമാണ്. അങ്ങോട്ട് പോയി ന്യൂസിലാൻഡ് പോയി കളിക്കണം. 5 T20 മത്സരങ്ങളും 5 ODI മത്സരങ്ങളും 2 ടെസ്റ്റ് മത്സരങ്ങളുമുള്ള ബൃഹത്തായൊരു പരമ്പരയാണ്. ഒക്ടോബർ 22 മുതൽ നവംബർ 1 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ 5 T20 മത്സരങ്ങൾ കളിക്കുമ്പോൾ, നവംബർ 4 മുതൽ നവംബർ 15 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ 5 ODI മത്സരങ്ങൾ കളിക്കും. നവംബർ 19 മുതൽ ഡിസംബർ 1 വരെയുള്ള സമയത്ത് 2 ടെസ്റ്റ് മത്സരങ്ങളും കളിക്കും. പിന്നെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഹോം മത്സരങ്ങളാണ്. അതാണ് 2026 അവസാന പരമ്പര എന്ന് പറഞ്ഞാൽ 3 ഏകദിന മത്സരങ്ങളും 2 T20 മത്സരങ്ങളുമാണ് ഉൾപ്പെടുന്നത്. ഡിസംബർ 13 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിലാണ് 3 ഏകദിന മത്സരങ്ങൾ കളിക്കുന്നത്. പിന്നെ ഡിസംബർ 22 മുതൽ 27 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ 3 T20 മത്സരങ്ങളും കളിക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യയുടെ അടുത്ത ഷെഡ്യൂൾ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.